ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞതിന് ശേഷവും അനുമോൾക്ക് PR ഉണ്ടെന്ന് പറഞ്ഞ കരയുന്ന വ്യക്തികളിൽ പ്രധാനപ്പെട്ട രണ്ടുപേരാണ് ഈ പറയുന്ന RJ ബിൻസിയും ശാരികയും. ബിന്നിയൊക്കെ ഇപ്പൊ അത് നിർത്തിയിട്ട് പോയതുപോലെയാണ്. ഇവർ രണ്ടുപേരും ഏത് ഇന്റർവ്യൂവിൽ പോയി ഇരുന്നാലും അവിടെ അനുമോൾക്ക് PR ഉണ്ട്, PR ഉണ്ട്. ഈ PR കഥ കേട്ട് 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 ഇപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിപ്പോയി. ഇനിയിപ്പോ ആർക്കും ഇത് കേൾക്കണം എന്ന് പോലും ഇല്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ PR എന്താണെന്ന്. ഇപ്പോഴും മനസ്സിലാകാത്ത രണ്ടുപേര് RJ ബിൻസിയും ശാരികയുമാണെന്ന് നമുക്ക് ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ തോന്നും. അപ്പൊ ഈ ഇന്റർവ്യൂകളിലൊക്കെ ഇവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ ഉണ്ടല്ലോ, ഇവരൊക്കെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ, അവർ നല്ല സ്ട്രോങ് ആണെങ്കിൽ ഇവരുടെ മനസ്സിലിരിക്കുന്ന പല സംഭവങ്ങളും വെളിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ ഇവർ പറയുന്ന പല കാര്യങ്ങളെയും ഖണ്ഡിക്കാൻ കഴിയും. അങ്ങനെ കുറെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ശാരികയുടെയും RJ ബിൻസിയുടെയും. എന്തായാലും അത് ട്രോളർമാരെടുത്തിട്ട് നല്ല രീതിയിൽ ട്രോളി വിട്ടിട്ടുണ്ട്. ആ ട്രോളർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരൊരു അവിഭാജ്യ ഘടകം തന്നെയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് പോലും പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അവർ ഈ ട്രോള് വഴി അതങ്ങ് പറയും. നമുക്കും അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾക്കും കേൾക്കാൻ തോന്നിയതാണല്ലോ എന്നൊക്കെ തോന്നുന്നത്. ഞാനൊരു 3 ട്രോൾ ഇവിടെ വെക്കാം, നിങ്ങൾ ആ ട്രോള് കണ്ടു നോക്കുക. ആ ട്രോളില് നമുക്ക് പല കാര്യങ്ങളും, നമ്മൾ തന്നെ പറയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ആ ട്രോള് വഴി പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ശാരികയുടെ ഒരു ട്രോളാണ് കാണുന്നത്. ഈ പൊട്ടറ്റോ ട്രോൾസ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ വന്നൊരു ട്രോളാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ട്രോളാണ്. എന്താന്ന് വെച്ചാൽ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അത് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ആദ്യം ഒന്നാമത്തെ കാര്യം, PR കൊടുത്ത് ജയിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നേരിട്ട് ഫൈറ്റ് ജയിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഒളിപ്പോരുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ ജയിക്കുന്നത് ഇഷ്ടമില്ല, അല്ലെങ്കിൽ വളർന്നു പോകുന്ന ഇഷ്ടമില്ല എന്നൊരു പൊതുവെ ഒരു സംസാരമുണ്ട്. അയ്യോ, എനിക്കാണെങ്കിൽ ചങ്കു പറയും. ചേച്ചിക്ക് സത്യത്തിൽ അസൂയ മാത്രമാണോ അത്? ശാരികയുടെ വിഷയത്തിൽ ചിരിച്ചാൽ മതിയല്ലോ. എനിക്ക് ഇത് കണ്ടിട്ട് എങ്ങനെ ചിരിക്കാതിരിക്കോടാ ഞാൻ. ഇത് അസൂയാണല്ലേ, അസൂയ, അതാ അതിന്റെ പേര്. എന്ത് കണ്ടിട്ടാണ്, എന്ത് ക്വാളിറ്റിയിലാണ് ഞാൻ അനുമോളുടെ അസൂയപ്പെടുന്നത്? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. എന്ത് ക്വാളിറ്റിയിലാണ് അനുമോളെ ഞാൻ ഇഷ്ടപ്പെടേണ്ടത് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാല് എന്തായാലും ശാരികയേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെണ്ണാണ് ഈ പറയുന്ന അനുമോള്. അതെന്തായാലും നമുക്ക് പല ഇന്റർവ്യൂകളിലും അതുപോലെ ശാരികയുടെ ബിഹേവിയറിലും അനുമോളുടെ ബിഹേവിയറിലും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഓരോ വീക്കെൻഡും ഓരോരുത്തരും എവിക്റ്റഡ് ആകേണ്ട ഒരു ഷോ ആണ് ബിഗ് ബോസ്. അവിടെ എങ്ങനെയാണ് അസൂയ വരുന്നത്? കേട്ടോ ശോഭ, കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഈ ബിഗ് ബോസിന്റെ കപ്പ് എന്ന് പറഞ്ഞ പത്മശ്രീ പത്മഭൂഷൺ ഒന്നും അല്ല, അല്ല എങ്കിൽ പോലും കീർത്തി ചക്രയല്ല. ഞാൻ അത്രയും ക്വാളിറ്റി അതിന് കൊടുക്കുന്നു. എനിക്കറിയാം നിനക്ക് അസൂയടാ, ഞാൻ നന്നാവുന്നത് കാണുന്നതിലുള്ള അസൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ പത്മശ്രീയും പത്മഭൂഷണും ഒന്നും അല്ലാന്ന്, പിന്നെ എന്തിനു ചേച്ചി പോയി ആ ഷോയിലോട്ട്? ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പോയത്, ഞാൻ പഠിക്കാൻ പോയതല്ല. നാട്ടുകാർക്കൊക്കെ അറിയാം, അതെല്ലാവർക്കും അറിയാം. അത് പിന്നെ ആഗ്രഹിച്ചു പോയതല്ല ഞാൻ. എന്റെ നാത്തൂന്റെ നിർബന്ധപ്രകാരം മാത്രമാണോ ഞാൻ അതിന് അപ്ലൈ ചെയ്തത്? ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതാണെന്നാണ് പറയുന്നത്, അല്ലാതെ കപ്പടിക്കാനൊന്നും അല്ല പോയെന്നാണ് ഇവിടെ ശാരിക പറയുന്നത്. പിന്നെ കപ്പടിക്കാൻ പോയാലേ ഈ ഗെയിമും കൊണ്ട് അങ്ങോട്ട് പോയാൽ അടുത്ത് വെച്ചേക്കുമല്ലേ. അവിടെ നിന്ന് എന്തൊക്കെയാ കാണിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം റീ എൻട്രി ആയിട്ട് പോയിട്ട് അവിടെ ഡ്രസ്സ് മാറൽ മാത്രമേ നടക്കുന്നുള്ളായിരുന്നു. കുറെ ഡ്രസ്സ് കെട്ടിപ്പൊക്കി ഇറക്കിക്കൊണ്ട് പോയിരുന്നു. ആ ഡ്രസ്സെല്ലാം ഓരോ മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് ഫാഷൻ ഷോ പോലെ നടക്കുന്നു. അയ്യോ, ആ ഡ്രസ്സിങ്ങനെ ഇപ്പൊ നമ്മൾ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ അധികം വിശദീകരിക്കാത്തത്. ആഗ്രഹിച്ചു പോയതല്ല ഞാൻ. എന്റെ നാത്തൂന്റെ നിർബന്ധപ്രകാരം മാത്രമാണോ ഞാൻ അതിന് അപ്ലൈ ചെയ്തത്? അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഫുൾ ടൈം കരച്ചിലും അഭിനയവും എക്സ്പ്രഷൻ ഇട്ട് നടക്കുന്ന ഒരു എക്സ്പ്രഷൻ ക്യൂ ആണ് അവര്. പറയാനാണ് പോകുന്നത്, ഭയങ്കര ഭംഗിയാ. ഇതുവരെ മനസ്സിലായിട്ടില്ല അനുമോൾ അവിടെ അഭിനയിക്കുവാണോ, അനുമോൾ അവിടെ നടിക്കുവാണോ, അനുമോൾ റിയൽ പേഴ്സണാലിറ്റി എനിക്കൊന്നും അറിയാം. ഇതേമാതിരി പല ഏറ്റവും പല മൈനസും പറയും, പക്ഷെ നമ്മൾ പിന്മാറാൻ പാടില്ല. മുന്നോട്ട് കാര്യം മുന്നോട്ട് തന്നെ. നമ്മൾ ഫേക്ക് ആവാൻ എത്ര നേരം നമുക്ക് പറ്റും. അതിന് ഞാൻ അനുമോൾ ഒരു പക്ഷെ അതായിരിക്കും ഒരു ജയിക്കാൻ കാര്യം. ഒരു പടം വാങ്ങിച്ച അർത്ഥത്തെ പിടിക്കാൻ എന്റെ അമ്മോ, അസൂയ അസൂയ, അത് തന്നെയാണ് അസൂയ തന്നെ. 100 ഡേയ്സും ഫേക്ക് കളിച്ച് അഭിനയിക്കാനുള്ള അവരുടെ വിൽ പവർ, അതിന് ചിലപ്പോൾ കൊടുത്ത കപ്പായിരിക്കും ഏഷ്യനെറ്റ് എന്ന് ഞാൻ പറയും. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ വല്ല കാര്യമുള്ള വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ ശരി, കണ്ടതിൽ സന്തോഷം. ഓക്കെ, നമ്മൾ പലരും ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ആങ്കർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ആങ്കർ തന്നെ അന്നേ ഖണ്ഡിക്കുന്നുമുണ്ട്. 100 ദിവസവും ഫേക്കായിട്ട് നിന്ന ആളാണ് അനുമോൾ എന്നാണ് ഈ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. എന്താ വെച്ചാൽ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുവോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് നെഗറ്റീവ് ആക്കണം. അതിനുവേണ്ടി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. അത്രേ ഉള്ളൂ, അത്രേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ശാരികയുടെ ഒക്കെ സ്റ്റാൻഡേർഡ് എത്ര വരെ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ പല രീതികളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബിഗ് ബോസ് ഹൗസിനകത്ത് പൊക്കഴിഞ്ഞിട്ട് ഞാൻ ലേഡി ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ് ഈ പറയുന്ന ശാരിക.
എന്തായാലും ഈ ട്രോൾ ഇറക്കുന്നവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രോൾ ഇറക്കുന്നവരെ നമുക്ക് പ്രത്യേകം കൺഗ്രാറ്റ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ചില കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ആ ട്രോൾ രീതിയിൽ തന്നെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. അതിൽ ചോദിച്ചു വാങ്ങിക്കുകയാണ്, അവര് ചോദിക്കുന്നു, ഇവര് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതുപോലെയാണ് ബിൻസിയുടെ കാര്യം പറയുവാണെങ്കിൽ ബിൻസി ഓടി നടന്ന ഇന്റർവ്യൂ കൊടുക്കുന്നത്. ആര് വിളിച്ചാലും ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കും. അതെല്ലാം ഒറ്റ വാക്യമേ ഉള്ളൂ, അനുമോൾ അനുമോൾ അനുമോൾ. ഈ അനുമോൾ എന്നുള്ള വിട്ട കളിയൊന്നും ഇല്ല. എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസ് ഒന്നും കാണുന്നില്ല. എന്ന് വെച്ചാൽ ചാനലുകാരൊക്കെ മടുത്തെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ബിൻസിയെ വിളിച്ച് വേറെ പുതിയതായിട്ടൊന്നും ചോദിക്കാനില്ല. ബിൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ബിൻസി പറയും ഞാൻ മസ്താനിയെ അങ്ങനെ അലക്കി, ഞാൻ മസ്താനിയെ ഇങ്ങനെ അലക്കി, എന്നിട്ട് 4 ചിരിയും ചിരിച്ച് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആള്. പിന്നെ അനുമോളെയും ഇങ്ങനെയുള്ളവരെ കുറ്റം പറയുന്നു. പിന്നെ അനീഷിനാണ് കിട്ടേണ്ടത്, അപ്പാനി അതാണ്, ഞാൻ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള തള്ളുകൾ മാത്രം കേട്ട് ആൾക്കാർ മടുത്തു. അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ആരും അങ്ങനെ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു. വെച്ചാൽ ആദ്യത്തെ ആ ഒരു വരവില് ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തു എന്ന് പറയുന്നത് പോലെയായിരുന്നു ബിൻസിയുടെ അവസ്ഥ. എന്തായാലും ബിൻസിയുടെ ഒരു ട്രോൾ നമുക്ക് കാണാം. നവീൻ ട്രോൾസിലാണ് അത് വന്നിരിക്കുന്നത്. നവീൻ ട്രോൾസ് എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് ഈ ബിൻസിയുടെ ഒരു ട്രോൾ വന്നിട്ടുണ്ട്. എന്തായാലും അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ട്രോളാണ് കേട്ടോ. അതുകൂടെ നമുക്കൊന്ന് കാണാം. വിവാദ നായിക എന്നാണ് ഇപ്പം പലരും പറഞ്ഞു കേൾക്കുന്നത്. വിവാദ നായികയാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തോണ്ടാണ്. വിവാദമാണെങ്കിലും നായികയാണല്ലോ. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് എപ്പോഴും മെയിൻ ആയിട്ട് ഇരിക്കണം എന്നാണ് ചെറിയ ആഗ്രഹം. കല്യാണ വീട്ടിൽ പോയാ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു. കറക്റ്റ് ആകട്ടോ, ഓരോരുത്തർ പറയുന്നത് കേട്ടാൽ തൊലി ഉരിഞ്ഞു പോകുമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഒരു വീഡിയോ ക്ലിപ്സ് കാണിച്ചിട്ട് പറയുന്നുണ്ടല്ലോ, അത് കൃത്യമായ കാര്യമാണ്. പക്ഷെ അവരുടെ തൊലി ഉരുവത്തൊന്നുമില്ല. എന്നുവെച്ചാൽ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ്. അതുപോലെ എവിടെ പോയാലും എനിക്ക് മെയിൻ ആയിട്ട് നിൽക്കണം, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ ഒരു ബഹളി എന്ന് പറയും. നമ്മളൊക്കെ ബഹളിത്തരം, ഞങ്ങൾ ഇവിടെ ഒക്കെ ബഹളികളാന്ന് പറയും ഇങ്ങനെ നടക്കുന്നവർ. എന്ന് വെച്ചാൽ ഈ ഉറഞ്ഞു തുള്ളി ചാടി ഓടി ഇങ്ങനെ പരിസരം നോക്കാതെ എന്തും വിളിച്ച് പറയുന്നവര്, അല്ലെങ്കിൽ എന്തോത്തിനോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവര്, ഇവരൊക്കെ ബഹളികൾ എന്നാണ് ഞങ്ങളിവിടെ ഒക്കെ വിളിക്കുന്നത് കേട്ടോ. വേറെ എവിടെയൊക്കെ എന്താ വിളിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ആ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ബിൻസിയുടെ ഈ ഇന്റർവ്യൂ ആണെങ്കിലും ബിഗ് ബോസ് ഹൗസിലെ പ്രകടനമാണെങ്കിലും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അനീഷേട്ടനായിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അനുമോളോട് സത്യത്തിൽ എന്തെങ്കിലും അസൂയയോ കുശുമ്പോ സംസാരിക്കാൻ വരുമ്പോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ എന്റെ ചേതോ വികാരം എന്തായിരുന്നു? എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് മിണ്ടാൻ പറ്റും. വൈരാഗ്യ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. അച്ഛന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി പറഞ്ഞത് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് എത്ര കാലം വരെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏത് ചാനലിലെ ഇന്റർവ്യൂവിന് പോയാലും മസ്താനിയും ഓട്ടോയും ചാച്ചനും. ഇതാണ് ഒന്ന്. രണ്ടാമത് അനുമോളില്ല, അനുമോൾക്കല്ല കപ്പ് കൊടുക്കേണ്ടത് അനീഷിനായിരുന്നു. അങ്ങനെ 2 കാര്യങ്ങൾ. ഇതല്ലാതെ വേറെ ഒന്നും ഇല്ല പറയാൻ. ചുമ്മാ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ ആയിട്ട് നിൽക്കണം എന്ന് പറയുന്നു. മെയിൻ ആയിട്ട് നിൽക്കാൻ പറ്റിയൊന്നും കാണിക്കുന്നില്ലല്ലോ. എന്തോ ചാനലുകാരത്ത് വന്നിട്ട് ഞാൻ എന്തോ സംഭവമായി പോയി എന്നുള്ളൊരു വിചാരത്തിൽ ഇന്റർവ്യൂ കൊടുക്കാൻ പോയി അവിടെ ഇരുന്നതാ. എന്തായാലും ആങ്കർ എടുത്ത് വെച്ച് നല്ല ഒട്ടിച്ചു വിടുന്നുണ്ട്. എന്റെ ഒരു നേച്ചർ, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ കണ്ടതേ ഉള്ളെങ്കിൽ പോലും ഞാൻ ഭയങ്കര കമ്പനി ആവുന്ന ഒരാളാണ് ഞാൻ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയെ കിട്ടുള്ളൂ. ആരൊക്കെ തല്ലി ഓടിക്കുന്നവരൊക്കെ പറയുന്നത് അത് ചിലപ്പോ ഓടിച്ചെന്നിരിക്കും, അത് ചിലപ്പോ തല്ലി ഓടിച്ചെന്നിരിക്കും. ചെയ്യും. ഒരു കോട്ടയംകാരി അച്ചായത്തിയുടെ ഒരു സമീപനമാണ്. ആർജെ ബിൻസി അങ്ങനാണ്. ചിന്തനമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അത്ര പാവമൊന്നുമല്ല കുട്ടി. 10ാം ക്ലാസ്സിലാണെങ്കിൽ 4 MA പഠിക്കണേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചത് എന്താണ് മസ്താനി? ചാച്ചന് ഓട്ടോക്കാരാന്ന് പറയുന്നത് അപമാനിക്കുന്ന കാര്യമാണോ? മസ്താനി പറഞ്ഞ ടോണിനാണ് പ്രശ്നം. അതാണ് പറഞ്ഞ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. എന്ത് ടോൺ? ഓരോ വ്യക്തികൾ സംസാരിക്കുന്നത് അവരുടെ ടോണിലായിരിക്കും. അങ്ങനെ ഒരു ചാച്ചനില്ലാന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. അതിന്റെ കേടാണ് ആ കുട്ടി അവിടെ പറഞ്ഞത്. അതൊരു മോശം സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അല്ല, മസ്താനി സ്വാഭാവികമായിട്ടും മസ്താനിക്ക് അച്ഛനില്ല എന്നുള്ള കാര്യം, ഉപേക്ഷിച്ച് പോയതാണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം വിഷമം ഉണ്ടായി കാണും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. എന്റെ സന്തോഷം നോക്കിയാൽ പോലെ അപ്പന്റെ പേര് നശിപ്പിക്കാനുണ്ടായ ഒരു സ്വന്തം
പദ്ധതി. ചാച്ചൻ ഓട്ടോയിലല്ലേ പോയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അപമാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ വ്യക്തിക്ക് എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത് കൊടുത്താ കൊല്ലത്തും കിട്ടും. ഇങ്ങോട്ട് പറയുമ്പോ ആലോചിക്കണം, തിരിച്ച് അതുപോലെ കിട്ടും. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ വെറുതെ തള്ളിയിട്ട് പോയതാ. ഇതാണ് ഈ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറയുന്നുണ്ട് അവസാനം ബിൻസി കൊടുത്തതിനൊക്കെയാണ് ഇപ്പൊ കൊല്ലത്തും കോട്ടയത്തും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ബിൻസിക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മൊത്തവും നെഗറ്റീവ് കമന്റ്സും നെഗറ്റീവാണ് വരുന്നത്. അത് ഈ നാക്കിന്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ അനുമോള് വീട്ടിനകത്തിരുന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ പോയിട്ട് ഡീസന്റ് ആണ്, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ പക്കാ ഡീസന്റ് ആയിരുന്നു, അനുമോളാണ് ഫേക്ക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ആ വീട്ടിനകത്ത് കയറിയിട്ട് എന്തെല്ലാം പ്രഹസനങ്ങളാണ് കാണിച്ചത് അനുമോളെ കോർണർ ചെയ്തുകൊണ്ട്. ഏകദേശം വലിയൊരു ഭൂരിപക്ഷത്തിൽ അനുമോൾക്ക് ജയിക്കാൻ അതൊരു സാധ്യത ഉണ്ടാക്കി എന്നുണ്ടെങ്കിലും അതും കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾ അവിടെ കൊടുത്താലാണ് നിങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അനുമോൾ കപ്പടിച്ചത്. അതും നമുക്കൊരു കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറയുന്നതിന് അങ്ങനെയും നമുക്ക് ഒരു മീനിങ് ആയിട്ട് എടുക്കാം. എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, ട്രോളർമാർ ഒക്കെ എടുത്തു വെച്ച് നല്ല ട്രോളി എടുത്തടിക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇവർ രണ്ടുപേരും ഈ ശാരികയുടെ ആണെങ്കിലും ബിൻസിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ കുറെ പേരുണ്ട്. അവർ കുറെ പേര് ഇപ്പൊ ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇനി എപ്പോൾ ഇറങ്ങി വരുമെന്ന് അറിയത്തില്ല. എന്തായാലും എയറിലിട്ട് പറക്കുവാണ്. ഇതിപ്പോ ജൂപ്പിറ്ററും കഴിഞ്ഞ് മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബിൻസിയെ പറ്റി പറയുവാണെങ്കിൽ. അപ്പം ബിൻസി വാ തുറന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്കേ പറയത്തുള്ളൂ. ആ ഒന്നോ രണ്ടോ വാക്കാണ് ഇന്റർവ്യൂ എടുക്കുന്നവരോടെല്ലാം പോയിട്ട് അവരും ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ തന്നെയാണ്. വേറെ ഒന്നും ഇല്ല ബിൻസിയെ കുറിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് താങ്കൾ കളിച്ച ഗെയിം ഇതിങ്ങനെ ആയിരുന്നല്ലോ, താങ്കൾ ഇങ്ങനെ കളിച്ചല്ലോ എന്നൊന്നും ചോദിക്കാൻ പറ്റിയ നല്ല ഗെയിം പോലും കളിച്ചിട്ടില്ല ഈ പറയുന്ന ശാരിക ആണെങ്കിലും ബിൻസി ആണെങ്കിലും. ഓക്കെ, എന്നിട്ടാണ് ഈ ചാനൽ മൊത്തം കയറിയിരുന്ന് നിരങ്ങിയിട്ട് അനുമോളെയും കുറ്റം പറയുന്നു, മസ്താനിയെ കുറ്റം പറയുന്നു. അങ്ങനെ കുറെ വിഭാഗങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർക്കെല്ലാം ഒരു സംഘടനയുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആ ഗ്രൂപ്പിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതാണ്. ഇനിയും പലരും ഇറങ്ങി വരും ആ ഗ്രൂപ്പിനകത്തുനിന്ന്. ഇവര് ഓരോ ആഴ്ചയിൽ ഓരോരുത്തരെ ഇറക്കി വിടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയത് എന്ന് മസ്താനി ചോദിച്ചതിൽ എന്താണ് തെറ്റെന്ന് അവിടെ ആങ്കർ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ റിവ്യൂസിനും ചോദിച്ചതാണ്. പക്ഷെ അന്ന് ഒരുപാട് പേര്, കുറച്ച് റിവ്യൂ ചെയ്യുന്നവരെല്ലാരും ചോദിച്ചിരുന്നു അത് പറഞ്ഞത് വലിയ മോശമായി പോയി എന്നൊക്കെ. അതിനകത്ത് എന്താ മോശം? ഓട്ടോ തൊഴിലാളി എന്ന് പറയുന്നത് ഒരു മോശമായ വാക്കാണോ അല്ലെങ്കിൽ ഒരു മോശമായ ജോലിയാണോ? ഒന്നും അല്ലല്ലോ. അപ്പം ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് ചോദിച്ചതിനാണ് അവിടെ മസ്താനിയെ അടിച്ചു കളയും, പിടിച്ചു കളയും, ഞാൻ നിന്നെ അങ്ങ് കാല് തല്ലി ഒടിച്ചു കളഞ്ഞു കളയും. അതുപോലെ തന്നെ അനുമോളുമായിട്ട് വിഷയം ഉണ്ടാകുമ്പോൾ ഈ ബിൻസി പറയുന്നുണ്ട് ഞാൻ കാല് തല്ലി ഒടിച്ചിട്ട് പോയേനെന്നൊക്കെ. ഇത് കൊട്ടേഷൻ ടീമിൽ എങ്ങാനും ആണോ ഈ ബിൻസിക്ക് പണി? അങ്ങനെയാണെങ്കിൽ ബിൻസി ആരുടെങ്കിലും കാലൊന്ന് തല്ലി ഓടിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അന്നും ചോദിച്ചതാണ്, ഞാനങ്ങ് തല്ലിക്കളയും, ഞാനങ്ങ് ചെയ്തു കളയും എന്നൊക്കെ പറയുന്നല്ലോ, എന്നാ അങ്ങ് ചെയ്യട്ടെ, ചെയ്ത് കഴിഞ്ഞ് പറയട്ടെ. ചുമ്മാ വാഗുകൊണ്ടടിക്കുമ്പോൾ നമുക്ക് എന്തും പറയാൻ പറ്റും, ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വെളിയിൽ അറിയിക്കാൻ വേണ്ടി. ഓക്കെ, ഈ പണ്ടുള്ളവർ പറയുന്ന പോലെ നല്ല ഹോട്ടലിൽ കയറി ചോറുണ്ണുമ്പോഴേ അതിന്റെ രുചി അറിയത്തുള്ളൂ എന്ന് പറയും. അപ്പൊ നല്ല ഹോട്ടലിലൊന്നും കയറി ഇതുവരെയും ചോറുണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് അവിടെ അനുമോളും ഉണ്ടായിരുന്നു വെച്ചാൽ അനുമോൾക്ക് എഗൻസ്റ്റ് ആയിരുന്നു എല്ലാവരും. പിന്നെ അനുമോളുടെ മാന്യത കൊണ്ട് അനുമോൾ ഇപ്പോഴും വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കുറിച്ചുള്ള ഒരു ഇതിനും മറുപടി പറയാനും പോയിട്ടില്ല. ചിലപ്പോൾ വെളിയിലും അനുമോൾ മറുപടി ഒക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ നിൽക്കത്തില്ല, ഇവരൊക്കെ ഇനിയും നാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇതില്. ഓക്കെ, അതുകൊണ്ട് അനുമോൾ എത്രമാത്രം ഉണ്ടായിരിക്കുന്നോ അത്രമാത്രം ഇവർക്കെല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ട്രോള് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് നമുക്കറിയാം. ഇവരുടെ അസൂയയും കുശുമ്പും ഒന്നും ഇപ്പോഴെങ്കിലും തീരാൻ പോകുന്നില്ല. ഇത് കാലാകാലങ്ങളിൽ ഇങ്ങനെ തന്നെ നിൽക്കും. ഇവർ പറഞ്ഞ് ഇവർ തന്നെ മടുക്കുമ്പോൾ ഇവർ തന്നെ നിർത്തിക്കോളും. അല്ലാതെ അനുമോൾക്ക് അവിടെ ഒന്നും സംഭവിക്കാനില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മസ്താനിക്കൊന്നും സംഭവിക്കാനില്ല. മസ്താനി വെളിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മസ്താനി തന്നെ ഞെട്ടിപ്പോയി. പോസിറ്റീവ് കമന്റ്സും അതുപോലെ തന്നെ മസ്താനിക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി കൊടുക്കാൻ ഈ ബിൻസിയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ബിൻസിക്ക് അനുമോൾക്ക് ഒരു കപ്പ് എടുത്ത് കൊടുക്കാനും ബിൻസിയെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ബിൻസി ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് കപ്പും കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഭാഗം എന്തായാലും ബിൻസിക്ക് അവകാശപ്പെട്ടതാണ്. വേറൊന്നും കൊണ്ടല്ല, ആ വോട്ടിങ്ങിന്റെ പെർസെന്റേജ് ഒന്നും കൂടാൻ ബിൻസി അവിടെ സഹായിച്ചു എന്നുള്ളതാണ്. അതുപോലെയാണ് മസ്താനിയുടെ നെഗറ്റീവ് മാറാൻ ബിൻസിയുടെ സഹായം ശരിക്കും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് നല്ല തള്ളു. ബിൻസിയൊക്കെ അകത്തിരുന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നതെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് വെളിയിൽ പോകുന്നത്, ഞാനിപ്പോ പോസിറ്റീവായി, ഞാനിപ്പോ ഇനി നിറഞ്ഞു നിൽക്കും, ഞാൻ വെളിയോട്ട് ഇറങ്ങി കഴിയുമ്പോൾ മസ്താനി അടിഞ്ഞു താഴെ പോയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വൈറലായേക്കും, ഞാൻ വലിയ സംഭവമായിട്ട് മാറിയെന്ന് വിചാരിച്ച് വെളിയിൽ വന്നപ്പോഴാണ് പണി മൊത്തവും പാളിയെന്ന് മനസ്സിലായത്. പിന്നെ അതിനെക്കുറിച്ച് ഇരുന്ന് മെഴുകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള രസകരമായ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇടാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.